വെൽക്കം. ഐ എം സോ ഹാപ്പി ടു സീ യു ഹിയർ. അപ്പോൾ IELTS ജനറൽ റീഡിങ്ങിൽ സാധാരണഗതിയിൽ ആദ്യം വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് നോട്ട് കംപ്ലീഷൻ ആയിരിക്കും. അങ്ങനെ ഗ്യാരണ്ടി ഒന്നുമില്ല, പക്ഷെ നോട്ട് കംപ്ലീഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു റീഡിംഗ് ടാസ്ക്. അത് ഏറ്റവും ഫാസ്റ്റ് ആൻഡ് ഇഫക്റ്റീവ് ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് നമ്മളിത് ഇങ്ങനൊരു ടാസ്ക് നമുക്ക് കിട്ടി, ജനറൽ റീഡിംഗ് ടാസ്ക് നോട്ട് കംപ്ലീഷൻ. അപ്പോൾ ഫസ്റ്റ് തന്നെ എഴുതിയിട്ടുണ്ടാവും റീഡ് ദ ടെക്സ്റ്റ് ബിലോ ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 6 സിറ്റി മീഡിയ ഇന്റേൺഷിപ്പ്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിങ്ങനെ തുടങ്ങുന്നത് വായിക്കാൻ നിൽക്കരുത്. വാട്ട് വി ഹാവ് ടു ഡു ഈസ് നമുക്ക് നെക്സ്റ്റ് പേജിൽ പോയി നമ്മൾ എന്താണ് നമുക്ക് ഉത്തരം എഴുതാനുള്ളതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് 1 to 6 എന്നുള്ളത് നമ്മൾ കണ്ടു. കംപ്ലീറ്റ് ദ നോട്ട്സ് ബിലോ, അതാണ് നമ്മുടെ ടാസ്ക്. അതിനുശേഷം ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് നോക്കണം. ചൂസ് ഓൺലി 1 വേർഡ് ഫ്രം ദ ടെക്സ്റ്റ് ഫോർ ഈച്ച് ആൻസർ. അപ്പോൾ ഒരു വാക്കിൽ കൂടുതൽ എഴുതിയാൽ ഉത്തരം തെറ്റാണ്. അതാണ് ഞാൻ ആദ്യം തന്നെ നമ്മളോട് പറയുന്നത്. ആദ്യം ടാസ്ക് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. റൈറ്റ് യുവർ ആൻസേഴ്സ് ഇൻ ബോക്സസ് 1 to 6 ഓൺ യുവർ ആൻസർ ഷീറ്റ്. അപ്പോൾ ഒരു വാക്ക് എവിടെയാണ് ഉത്തരം എഴുതേണ്ടത്? ആൻസർ ഷീറ്റിലാണ് എഴുതേണ്ടത്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് തിങ് നമ്മൾ ഇതാണ് വായിച്ചു നോക്കുന്നത്, ഹെഡിങ്. ഇറ്റ് ഈസ് അബൌട്ട് സിറ്റി മീഡിയ ഇന്റേൺഷിപ്പ്. അപ്പോൾ ഇന്റേൺഷിപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ നമ്മൾ പെടും, പക്ഷെ എന്നാലും നമുക്കിത് കോൺടെക്സ്റ്റ് ചെയ്ത് മനസ്സിലാക്കാം. അപ്പോൾ ഇന്റേൺഷിപ്പിനെ കുറിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും നമ്മൾ ടെക്സ്റ്റ് വായിക്കുന്നില്ല, നമ്മൾ ചോദ്യങ്ങളാണ് ആദ്യം വായിച്ചു നോക്കുന്നത്. അപ്പം നമുക്ക് എന്താണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്റേൺഷിപ്പിനെ കുറിച്ചിട്ട് ഒരു നോട്ട്സ് ഉണ്ട്. അലോ മൈനോറിറ്റീസ് ടു ഗെയിൻ ഡാഷ് ആൻഡ് ഷോ ദെയർ ടാലൻറ്റ്. അപ്പം നമ്മൾ ഇതിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമുക്ക് 2 വാക്ക് ടെക്സ്റ്റിൽ കണ്ടുപിടിക്കണം. ഒന്ന് മൈനോറിറ്റീസും, 2 ടാലൻറ്റും. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നേരെ നമ്മൾ പിന്നോട്ട് പോയിട്ട് മൈനോറിറ്റീസും ടാലൻറ്റും എവിടെ വരുന്നു എന്നുള്ളത് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേർഡിൽ ഇവിടെ ഒരു മൈനോറിറ്റി വരുന്നുണ്ട്. പിന്നെ ദെൻ വി ഗോ, അപ്പോൾ ടാലൻറ്റ് എന്നുള്ള വാക്ക് കണ്ടിട്ടില്ല, ഇവിടെ ടാലൻറ്റ് എന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് 2 വരിയിൽ ഇതിൻ്റെ ഉത്തരം ഉണ്ടോ നമ്മൾ മനസ്സിലാക്കി. ദെൻ വി ഗോ അഗെയിൻ, നമ്മൾ എന്നിട്ട് വീണ്ടും നോക്കുകയാണ്. അലോ മൈനോറിറ്റീസ് ഗെയിൻ ഡാഷ് ആൻഡ് ഷോ ദെയർ ടാലൻറ്റ് എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു ഇവിടെ പോയിട്ട് എന്താ പറ്റി? നമ്മൾ ജസ്റ്റ് ആ ഭാഗം ഒന്ന് സ്ക്രോൾ ചെയ്യുന്നു. കനേഡിയൻ ഓർഗനൈസേഷൻ ഓഫറിംഗ് ആനുവൽ ഇന്റേൺഷിപ്പ് for deserving persons for the minority. We offer career assistance and opportunity to these individuals to demonstrate their talent and get hands-on experience in broadcasting. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടേക്ക് വന്നിട്ട് നോക്കിയപ്പോൾ എന്താണ്? അലോ മൈനോറിറ്റീസ് ഗെയിൻ ഡാഷ് ആൻഡ് ഷോ ദെയർ ടാലൻറ്റ് എന്നാണ്. അവിടെ എന്താണ് അവർക്ക് കിട്ടാൻ പോകുന്നത്? ദേ ആർ ഗോയിങ് ടു ഗെറ്റ്, ഇവിടെയാണ് ഉത്തരം വരുന്നത്, എക്സ്പീരിയൻസ് ഇൻ ബ്രോഡ്കാസ്റ്റിംഗ്. അപ്പോൾ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇൻ ബ്രോഡ്കാസ്റ്റിംഗ്. അപ്പോൾ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എന്നുള്ളതാണ് ഉത്തരം. പക്ഷേ നമുക്ക് അവിടെ ഒരു വാക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു റൈറ്റ് ദി ആൻസർ ആസ് എക്സ്പീരിയൻസ്. സോ ഇന്റേൺഷിപ്പ് അലോ മൈനോറിറ്റീസ് ടു ഗെയിൻ എക്സ്പീരിയൻസ് ആൻഡ് ഷോ ദെയർ ടാലൻറ്റ്. അങ്ങനെയാണ് നമ്മളതിൻ്റെ ഉത്തരം കണ്ടെത്തുന്നത്. Now we go on to the second one. Further, city media's aim is to reflect dash and dash of the people in Canada. അപ്പോൾ നമ്മളിത് ഇവിടെ വന്നിട്ട് വീണ്ടും ടെക്സ്റ്റിൽ എവിടെയാണ് നോക്കണം. ഇവിടെയാണ് ഇതിന് ഉത്തരം വരുന്നത്. അവർ ഗോൾ ഈസ് ടു ഹാവ് സിറ്റി മീഡിയ ഫാമിലി മിറർ ദ ഡൈവേഴ്സിറ്റി ദാറ്റ് മേക്സ് അവർ നേഷൻ സ്ട്രോങ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. എയിം ഈസ് ടു റിഫ്ലക്ട് ദ ഡൈവേഴ്സിറ്റി ഓഫ് പീപ്പിൾ ഓഫ് കാനഡ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അതിലേക്ക് ഉത്തരത്തിലേക്ക് എത്തി. പിന്നെ നമ്മൾ ഇതൊന്നും നോക്കണ്ട. ആൻ അഡീഷണൽ എമൗണ്ട് ഓഫ് മണി ഈസ് ഗിവൺ ടു ഡാഷ് റിക്വയർഡ്. അപ്പോൾ മണി എന്നുള്ള വാക്കാണ് വരുന്നത്. അപ്പോൾ മണി എന്നുള്ളത് എപ്പോഴും ഡിജിറ്റലായിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് 2 മണിയുടെ ഇതാണ് വരുന്നത്. ഒന്ന് ഇവിടെ $10,000 ഒന്ന് $1,500 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വരിയിലല്ല എന്നറിയാം, കാരണം നമ്മൾ ഓൾറെഡി വായിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വായിച്ചു നോക്കി. ഇഫ് ആൻ അസൈൻമെന്റ് മേക്സ് റീലൊക്കേഷൻ നെസസറി എ മാക്സിമം ഓഫ് $1,500 ഗ്രാൻഡ് ഈസ് പ്രൊവൈഡഡ്. അപ്പോൾ നമ്മളിവിടെ തിരിച്ചു വന്ന് നോക്കുകയാണ്. an additional amount of given if dash is required. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ എന്താണ് നോക്കിയത്? ഇഫ് അസൈൻമെന്റ് മേക്സ് എ റീലൊക്കേഷൻ. അപ്പോൾ റീലൊക്കേഷൻ എന്നുള്ള വാക്കാണ് ഉത്തരം. നമ്മൾ അപ്പോൾ തന്നെ അതെടുത്ത് ഇവിടെ എഴുതി. ദെൻ സപ്പോർട്ട് ആപ്ലിക്കേഷൻ വിത്ത്, പിന്നെ പ്രൂഫ് ഓഫ് പ്രസന്റ് ഡാഷ് ഇൻ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റഡീസ്. അപ്പോൾ പ്രൂഫ് എന്നുള്ള വാക്കും ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റഡീസ് എന്നുള്ള വാക്കുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഇത് എഴുതി. അപ്പോൾ ഈ 2 പാരഗ്രാഫ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇൻട്രസ്റ്റഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആപ്ലിക്കേഷൻ പ്രൊവൈഡ് എവിഡൻസ് എന്നുള്ള വാക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്താണ് നമ്മളിവിടെ നോക്കുന്നത്? പ്രൂഫ് ആൻഡ് എവിഡൻസ് ഡാഷ് ഇൻ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റഡീസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ വരിയിൽ നമ്മൾ ഉത്തരം കിട്ടുന്നത് മനസ്സിലാക്കി. ദേ ഹാവ് ടു
പ്രൂഫ് ദി എവിഡൻസ് ഓഫ് ഫുൾ ടൈം എൻറോൾമെന്റ് എന്നുള്ള വാക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു വാക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എൻറോൾമെന്റ് എന്നുള്ള ആൻസർ ആണ് ഇവിടെ എഴുതേണ്ടത്. എ ഡാഷ് അറ്റ് ഇഷ്യൂഡ് ബൈ യുവർ സ്കൂൾ. അപ്പോൾ സ്കൂൾ എന്താണ് ഇഷ്യൂ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ സ്കൂൾ എന്നുള്ള വാക്കുകളെ ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ആൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് റിക്വയർഡ്. അപ്പോൾ എൻ ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ്. അപ്പോൾ നമ്മൾ ട്രാൻസ്ക്രിപ്റ്റ് എന്നുള്ള വാക്കാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ദെൻ വി കം ടു ദ ലാസ്റ്റ് വൺ, ഇന്റർവ്യൂ മെത്തേഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഡാഷ്. അപ്പോൾ നമ്മൾ ഇന്റർവ്യൂ എന്നുള്ള വാക്കാണ് നോക്കുന്നത്. ഇവിടെ ഒന്നും നമ്മൾ നോക്കുന്നില്ല. വി ഗോ ടു, കണ്ടില്ലേ, ദ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ വിൽ വാരി ദ ഡിസ്റ്റൻസ് ഓഫ് ഈച്ച് കാൻഡിഡേറ്റ്. അപ്പോൾ ഇന്റർവ്യൂ എന്നുള്ള വാക്ക് ഇവിടെയും വരുന്നത്, ഇവിടെയും വാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദ ഡിസ്റ്റൻസ് എന്ന് എഴുതി ഇവിടെ നമ്മൾ ഉത്തരം എഴുതി ഡിസ്റ്റൻസ്. അതോടുകൂടി നമ്മുടെ ഉത്തരം കഴിഞ്ഞു. വേറെ ഒരു ഭാഗവും നമ്മളിതിൽ വായിച്ചു നോക്കുന്നില്ല, വേറെ ഒന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. ദിസ് ഈസ് ദ വേ യു ഹാവ് ടു ആൻസർ. അപ്പോൾ 6 മിനിറ്റ് അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ 1 മിനിറ്റിനുള്ളിൽ, അതായത് നമുക്ക് 90 സെക്കൻഡ് ആൻസർ ചെയ്യാൻ കിട്ടും. പക്ഷെ നമ്മൾ 60 സെക്കൻഡിനുള്ളിൽ ആൻസർ ചെയ്തു. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ദിസ് മെത്തേഡ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ യു വിൽ ബി അസ്റ്റോണിഷ്ഡ് അറ്റ് ദ വേ യു ഡു തിങ്സ് ഫാസ്റ്റ്. അപ്പോൾ ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. റിമെമ്പർ ദ പോയിന്റ്സ്. ഈ വീഡിയോ മനസ്സിലായി വീണ്ടും കണ്ടു നോക്കണം പ്രാക്ടീസ് സെഷന്റെ സമയത്ത്. Are you excited? And continue to the next video. I'll see you there. Take care.